തസ്കിയ 56. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയഅതി സമാനുൻ അലാ ഉമ്മത്തി യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസൻ യുഹിബ്ബൂന ദുനിയ വയൻസൗനൽ ആഖിറ വയുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ് വയുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ് വയുഹിബ്ബൂന ദുനൂബ വയൻസൗന തൗബ വയുഹിബ്ബൂന ഖുസൂറ വയൻസൗന മഖ്ബറ. എൻ്റെ സമുദായത്തിന് ഒരു കാലം വരാനിരിക്കുകയാണ്. ആ വിഭാഗത്തിൻ്റെ ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ മനോഭാവം യുഹിബ്ബൂന ഹംസൻ വയൻസൗന ഹംസൻ, 5 കാര്യങ്ങളോട് അവർക്ക് വല്ലാത്ത സ്നേഹവും അഭിരുചിയും ആർത്തിയുമായിരിക്കും. അതേസമയം 5 കാര്യങ്ങളെ അവർ മറന്നിട്ടുണ്ടായിരിക്കും. യുഹിബ്ബൂന ദുനിയ വയൻസൗനൽ ആഖിറ, ദുനിയാവിനെ അവർ സ്നേഹിക്കും, ആഖിറത്തിനെ മറന്നുപോകും. ദുനിയാവിൻ്റെ ചരണങ്ങൾ മാത്രമായിരിക്കും അവരെ സ്വാധീനിക്കുന്നത്. ആഖിറത്തിലേക്കുള്ള നിസ്കാരം പോലെയുള്ള കർമ്മങ്ങളിൽ പോലും ദുനിയാവിൻ്റെ ചിന്തകളായിരിക്കും അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്കാരത്തിൽ അവൻ്റെ ദുനിയാവിൻ്റെ വിഷയങ്ങളെ ആയിരിക്കും തർത്തീബാക്കിക്കൊണ്ടിരിക്കുക. നോമ്പെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരോഗ്യമായിരിക്കും കാണുക. സക്കാത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒന്നുകിൽ ജനങ്ങളുടെ ആക്ഷേപം ഭയക്കലോ അതല്ലെങ്കിൽ കൂടുതൽ കിട്ടണമെന്ന താല്പര്യമൊക്കെ ആയിരിക്കും. മറ്റുള്ളവർക്ക് വല്ലതും നന്മ ചെയ്യുമ്പോൾ ജനങ്ങളുടെ പ്രശംസ കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്ഥാനമാണ്, അവൻ്റെ സ്വത്താണ്. ഇങ്ങനെ സ്വത്തും സ്ഥാനവും പ്രശംസയും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ആഖിറത്തിൻ്റെ കാര്യം പോലും ചെയ്യുന്നത്. ഇങ്ങനെ ദുനിയാവിനെ കൂടുതലായി ഇഷ്ടപ്പെടുകയും ആഖിറത്തിൻ്റെ ഹിസാബുകളെക്കുറിച്ച് അല്ലെങ്കിൽ ആഖിറത്തിലെ പ്രഥമ സ്റ്റെപ്പാകുന്ന ഖബറിൻ്റെ ജീവിതത്തെക്കുറിച്ച്, സിറാത്ത് പാലത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സൂര്യൻ തലയോട് അടുത്തു വരുന്ന അവസ്ഥയെക്കുറിച്ച് ഒക്കെ മനുഷ്യൻ മറന്നിട്ടുണ്ടാകും. അത്തരം കാര്യങ്ങൾ പ്രഭാഷണങ്ങളിൽ പോലും കടന്നു വരുന്നത് കുറവായിരിക്കും. ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു, ആഖിറത്തിനെ മറക്കുന്നു. വയുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്, സ്വത്തിനെ പ്രിയം വെക്കുന്നു, ഹിസാബിനെ മറന്നു കളയുന്നു. സ്വത്ത് എങ്ങനെയൊക്കെ സംഭരിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ സംഭരിക്കും. എന്നാൽ ഒരു ഫിൽസ് ഒരാൾ അധികാരത്തിൽ എത്തിപ്പെട്ടാൽ അതിനെക്കുറിച്ച് ഹിസാബുണ്ടല്ലോ, അതെവിടുന്ന് സംഭരിച്ചു, എങ്ങനെ ചെലവഴിച്ചു എന്ന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫുഖറാ സ്വർഗത്തിൽ കടന്ന് 500 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അഗ്നിയ ധനാഢ്യർ സ്വർഗാവകാശികളായാൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. കാരണം സാധുക്കൾക്ക് ഹിസാബ് കുറയും, അവർക്ക് ഹിസാബ് പറയാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓരോ സെക്കൻഡിലെയും വരുമാനങ്ങൾക്ക് അവൻ മറുപടി പറയേണ്ടതുണ്ട്. അതെന്താക്കിയെന്നും അവൻ വിശദമായ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. കുറേ ആളുകളെ തീറ്റിപ്പോറ്റിയാൽ പോലും അതും ഹിസാബ് പറയേണ്ടതാണല്ലോ. ഞാൻ എന്ന ആൾക്കാരെ തീറ്റിപ്പോറ്റി എന്ന് പറയണമല്ലോ, അതിന് സമയമെടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഹിസാബ് സ്വത്തിൻ്റെ അവകാശികൾക്ക് വല്ലാതെ നേരിടേണ്ടി വരും മഹ്ശറയിൽ. എന്നാൽ മനുഷ്യൻ അതൊക്കെ മറന്നു പോവാണ്. ആഖിറത്തിലെ ഹിസാബിനെ സംബന്ധിച്ച് മറക്കുന്നു. ദുനിയാവിൽ എത്രത്തോളം സ്വത്ത് സംഭരിക്കാൻ കഴിയുമോ അത്രത്തോളം ആർത്തിയോടെ വാരി കൂട്ടുന്നു. അവസാനം നിരാശയോടുകൂടെ മലർന്ന കൈകളോടുകൂടെ 3 കഫം തുണിയുമായി അവൻ ഖബറിലേക്ക് പോകുന്നു. ഖബറാണെങ്കിൽ താൻ കാശ് കൊടുത്ത വാങ്ങിയ ഭൂമിയിലുമല്ല, മുൻകാല മഹാരഥന്മാർ വഖഫ് ചെയ്തിട്ടുള്ള പള്ളിക്കാട്ടിലായിരിക്കും ആരുടെ മണ്ണൊരുക്കപ്പെടുന്നത്. സ്വത്ത് സംഭരിച്ച്
അതിനുവേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് ത്യാഗം സഹിച്ച് ചീത്തവിളിയും കേട്ട് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും സഹിച്ച് സംഭരിച്ച ഭൂമിയുടെ 6 അടി മണ്ണ് പോലും അനുവദിക്കപ്പെടാതെ മനുഷ്യൻ ശ്മശാനങ്ങളിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ. യുഹിബ്ബൂനൽ മാൽ വയൻസൂനൽ ഹിസാബ്. സ്വത്തിനെ സ്നേഹിക്കും, ഹിസാബിനെ മറന്നുപോകും. അൽഹാക്കുമുത്ത തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഖബറുകളിൽ നിങ്ങൾ ചെല്ലുന്നത് വരെ സ്വത്ത് വർദ്ധിപ്പിക്കാനുള്ള വ്യഗ്രത നിങ്ങളെ ശോലാക്കിക്കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഹിസാബ് മറക്കുന്നൊരവസ്ഥ പണക്കാർക്കുണ്ടാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറയാൻ 5 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം അതാണ്. വയഹബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ്. സൃഷ്ടികളോടായിരിക്കും സ്നേഹം, സൃഷ്ടാവായ അള്ളാഹുവിനെ മറന്നു കളയും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദമായ ചർച്ച നമുക്ക് നാളെ പറയാം.